പലതരം ചേരുവയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ടാട്ടോ. പച്ചമാങ്ങ വെച്ചിട്ടാട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. ദഹനത്തിനുള്ള ബുദ്ധിമുട്ടിനും ഗ്യാസിന്റെ ബുദ്ധിമുട്ടിനും എല്ലാത്തിനും വളരെ നല്ലതാണ്. ആക്ച്വലി എനിക്ക് വയറിന് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു റെസിപ്പി ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഈ ഒരു ഡ്രിങ്ക് കണ്ടത്. ഞാൻ ഉണ്ടാക്കി കുടിച്ചു നോക്കിയപ്പോ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. വെറുമൊരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് കുടിക്കാം. വയറിന് എന്തെങ്കിലും അസ്വസ്ഥത വരാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചു നോക്കാം. അപ്പൊ റെസിപ്പിയിലേക്ക് കടക്കാം. 3 മാങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത്. 4 മാങ്ങ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും 3 ഞാൻ ചെയ്തോളൂ കേട്ടോ. ചെനക്കാത്ത മാങ്ങ എടുക്കാം കേട്ടോ. പഴുത്ത മാങ്ങ മധുരം വെച്ചതൊന്നും എടുക്കരുത്. നിങ്ങളുടെ കയ്യിൽ കണ്ണിമാങ്ങയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ഇതിന്റെ തൊണ്ട് ചെത്തി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാനുള്ളതാണ്. ആ ഒരു പാകത്തിന് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഞാൻ എടുത്ത റെസിപ്പീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണേ, പിന്നീട് ആവുമ്പോൾ മറന്നു പോകും. ഈ ഒരു റെസിപ്പിയിലുണ്ടല്ലോ മാങ്ങയുടെ പുളി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിലൊരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി പുളിയുള്ള മാങ്ങയോ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയരിഞ്ഞ മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി കൈപ്പിടി മിന്റ് ലീവ്സ് ഇട്ടെടുക്കാം കേട്ടോ. പുതിന ഇല വാങ്ങിക്കുമ്പോൾ നല്ല വലിയ തണ്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു 2 തണ്ടിലുള്ള ഇലയാണ് ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടെടുക്കാൻ ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഇതിലേക്ക് വേണ്ടത് ബ്ലാക്ക് സാൾട്ട് ആട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു ഉപ്പ് വളരെ ഹെൽത്തി ആട്ടോ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇട്ടെടുക്കാം. സാധാ ഉപ്പാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല ജീരകത്തിന്റെ ഓവറായിട്ടുള്ള കുത്ത ചൊകയൊന്നും വരില്ല കേട്ടോ. പുതിനയിലും മല്ലിയിലയും കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. ട്രൈ ചെയ്യാത്തവര് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് അരിപ്പയുടെ മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ പോലെ നന്നായിട്ട് അരിച്ചെടുക്കുന്ന സംഭവങ്ങൾ ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല എളുപ്പം നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അരയ്ക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇപ്പോൾ മിക്സിയുടെ ജാറിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അരിച്ചെടുക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി ഉപ്പൊക്കെ നോക്കാം. എനിക്ക് ടോട്ടല് 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് വേണ്ടി വന്നത് കേട്ടോ. മാങ്ങയുടെ പുളി അനുസരിച്ച് മധുരത്തിലും വെള്ളത്തിന്റെ അളവത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഒത്തിരി പുളിയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാങ്ങ കുറച്ചെടുത്താൽ മതി, ഇത്രയൊന്നും എടുക്കണ്ട. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞതിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ ഇട്ടെടുത്തുന്നോർത്ത് പുളി കൂടൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇട്ടെടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് കഴിയുമ്പോൾ മധുരം കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹണിയോ ഇട്ടെടുത്ത് മധുരം പാകാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചമാങ്ങ സർവത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ചമാങ്ങ ഡ്രിങ്ക്, സർവത്ത്, റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് എന്താണെങ്കിലും പറയാം. ഈ ഒരു ചൂടത്ത് വളരെ ഉപകാരപ്രദമാവുന്ന ഓൾ ഇൻ വൺ ഡ്രിങ്ക് ആട്ടോ ഇത്. അങ്ങനെ ഈ ഒരു റെസിപ്പി ഇവിടെ അവസാനിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്തെടുക്കാം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.